അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പ്ലംബിങ്ങിൻ്റെ മെറ്റീരിയൽസും ടാപ്പ് ഫിറ്റിങ്സൊക്കെ നല്ല ലാഭം നോക്കി മേടിക്കില്ലേ. ഇതിപ്പോൾ ഈ വീട്ടുകാർ 2 കൊല്ലമായിട്ടുള്ളത് ഇത് മേടിച്ചിട്ട്. ഇത് മേടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്ലോസറ്റ്, വാഷ് ബേസിൻ, അങ്ങനെ ഒരു ബാത്റൂമിലേക്കുള്ള ഫിറ്റിങ്സ് ഓഫറിൽ മേടിക്കുന്നതാണ്. അതിൻ്റെ ഒപ്പം കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളിത് മേടിച്ചിട്ട് ഏകദേശം 1-2 കൊല്ലാകുമ്പോഴത്തേനും ഇതാണ് അവസ്ഥ. വെള്ളം നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി കാലം നിൽക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ തുരുമ്പിടിച്ച് പോകും. ഒക്കെ സ്റ്റീലല്ല, അപ്പോൾ ഇരുമ്പും പിന്നെ പ്ലാസ്റ്റിക്, സ്റ്റീൽ കോട്ട് ചെയ്ത സാധനങ്ങളാണ്. അതുകൊണ്ട് ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അടയ്ക്കാനും തുറക്കാനും പറ്റാത്ത അവസ്ഥ വരും. കാരണം ഉള്ളിൽ ഫുള്ള് സ്പിന്നിലടക്കം ഇരുമ്പിൻ്റെ, അപ്പോൾ അത് തുരുമ്പ് പിടിക്കും പെട്ടെന്ന്, പിന്നെ സ്റ്റക്കായി നിൽക്കും. അങ്ങനെ അങ്ങോട്ടും കൊണ്ടുപോയി ചെറിയ തുരുമ്പ് വന്ന് വെള്ളം കുറയും, ഫോഴ്സ് കുറയും, വെള്ളത്തിൻ്റെ ഫോഴ്സ് കുറയും, കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ നമ്മൾ തൂക്കത്തിനും ലാഭത്തിനൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലത്തെ ചതികളെല്ലാം ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുന്ന വീട്ടുകാർ നമ്മൾ ഇത് മേടിച്ചില്ലെങ്കിലും ഇതിനായിട്ട് ഇത്ര പ്ലാസ്റ്റിക്കിൽ മേടിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇത്ര പ്രശ്നങ്ങൾ വരില്ല. പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ സ്റ്റീലാന്ന് പറഞ്ഞിട്ട് തൂക്കത്തിനും അതുപോലെ ലാഭത്തിനും മേടിക്കുന്ന ഐറ്റംസാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിന് വേഗം നമുക്ക് ഇതിന് കുറവ് തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നല്ല ടൈപ്പുകൾ കിട്ടും. കുറേ കാലം പിന്നെ കംപ്ലൈൻ്റ് ഇല്ലാണ്ട് നല്ല ഫോഴ്സിൽ വെള്ളം വരുന്ന ടൈപ്പുകൾ കിട്ടും. അത് മേടിച്ചാലും കുഴപ്പമില്ല. സ്റ്റീലിൻ്റെ ഇങ്ങനത്തെ സ്റ്റീലാന്ന് പറഞ്ഞ് ഇരുമ്പ് തരുന്ന സാധനങ്ങൾ മേടിക്കരുത്. മേടിച്ചെന്ന് വെച്ചാൽ നഷ്ടമാണ്. ആദ്യത്തെ ആ ഒരു കാര്യം നടക്കും. വീട് പണി സമയത്ത് പുതുക്കത്തിൽ ആ കുറച്ച് ദിവസം കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. അപ്പോൾ എല്ലാം നമ്മൾ വീണ്ടും മാറ്റേണ്ടി വരും. അപ്പോൾ ഇരട്ടി നഷ്ടം വരും. അപ്പോൾ ഇങ്ങനെ ചെയ്യണവരൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.